ബാബരി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം പണിതതോടുകൂടി അത് വലിയൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് മാറും എന്ന് BJP നിലച്ചിരുന്നൊരു സമയത്ത് തന്നെയാണ് BJPക്ക് അതൊരു പക്ഷേ രാമക്ഷേത്ര നിർമ്മാണം ഒരു വോട്ട് വിഹിതവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നത് ആ സംസ്ഥാനം മാത്രമല്ല, ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം മാത്രമല്ല, ആ നിയോജക മണ്ഡലം പോലും അഥവാ രാമക്ഷേത്രം നിലനിൽക്കുന്ന മണ്ഡലത്തിൻ്റെ പേര് ഫൈസാബാദ് എന്നാണ്. ഫൈസാബാദിൽ പോലും BJPയുടെ സ്ഥാനാർത്ഥി പിറകിൽ നിൽക്കുന്നു എന്നുള്ള വാർത്തയാണ്. തൊട്ട് മുന്നിലുള്ളത് ഒന്നാമത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് SP-യുടെ ഒരു സ്ഥാനാർത്ഥിയാണ്. അവിടെ 9500 വോട്ടുകൾക്ക് SP സ്ഥാനാർത്ഥി അവധേഷ് പ്രസാദ് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. 9 തവണ MLA ആയ ആളുകൂടിയാണ് അവധേഷ് പ്രസാദ്. ആ അവധേഷ് പ്രസാദ് 9500 വോട്ടുകൾക്ക് അവിടെ മുന്നിട്ട് നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ഉത്തർപ്രദേശിൽ SP അതോടൊപ്പം തന്നെ കോൺഗ്രസ് സഖ്യം വളരെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് 44ഓളം സീറ്റുകൾ, മൊത്തം 80 സീറ്റുകൾ ഉത്തർപ്രദേശിൽ, അതിൽ 44ഓളം സീറ്റുകളിൽ കോൺഗ്രസ് SP സഖ്യം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് വളരെ വലിയ പ്രതീക്ഷയാണ്. അതോടൊപ്പം അത് തന്നെ കണക്കാക്കുന്നത് BJPക്ക് ഈ രാമക്ഷേത്ര നിർമ്മാണം വലിയ പ്രചോദനമൊന്നും അവർക്ക് നൽകിയില്ല എന്നുള്ളത് തന്നെയാണ്. 9500 വോട്ടുകൾക്കാണ് അവധേഷ് പ്രസാദ് മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ വിജയിച്ച ലല്ലു സിംഗിൻ്റെ ഭൂരിപക്ഷം 65477 ആകെ പോൾ ചെയ്ത 10,87,420 വോട്ടിൽ 5,29,021 വോട്ടും അഥവാ 48.66% ലല്ലു സിംഗ് നേടിയിരുന്നു. SP-യുടെ ആനന്ദ് സെൻ യാദവിന് കിട്ടിയത് 4,64,548 വോട്ട് അഥവാ 42.64%. കോൺഗ്രസിന് 53,386 വോട്ടുകളായിരുന്നു കിട്ടിയത്. മുൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് 7.79% വോട്ടാണ് കോൺഗ്രസിന് 2019 ഉണ്ടായത് എന്നാണ്. BJPയുടെ എല്ലാ നീക്കങ്ങളെയും തകർക്കുന്ന രീതിയിലാണ് ഉത്തർപ്രദേശിൽ ഇത്തവണത്തെ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് കോ വരുന്നത്. ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉത്തർപ്രദേശിന് വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ BJPക്ക് ഈ രാമക്ഷേത്ര നിർമ്മാണവും അതോടൊപ്പം തന്നെ ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളൊന്നും തന്നെ തുണച്ചില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. Waytonikah.com, the exclusive Muslim matrimonial site.